രണ്ടാമൻ ദായിമുസ്സലാത്ത് ഒരു നേരം ഒരു സെക്കൻഡ് ഒരു വർത്താനം പറയില്ല, ഒരു അത്യാവശ്യ കാര്യത്തിൽ സംസാരിക്കാനല്ലാതെ ദായിമുസ്സലാത്ത. നിങ്ങൾ വഹാബികളും മോഡേണിസ്റ്റുകളും കൂട്ടുനിന്ന കൊടുത്ത ഈ ബ്രിട്ടീഷുകാർ നാട് കടത്തിയ ഗ്രീസിലേക്ക് നാട് കടത്തിയ അബ്ദുൽ ഹമീദ് രണ്ടാമൻ ദായിമുൽ ദിക്റും ദായിമുസ്സലാത്ത. ദീനില്ലാത്ത ഒരു ജനത എന്ത് ദീനാണ് അവർക്കുള്ളത്? കണ്ട ആലിമീങ്ങൾക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കാത്ത കൊല്ലുക. ഒരു ഷാഫിഈ മദ്രസ ഇന്ന് ഈ വഹാബി രാജ്യത്തില്ല, ഒരു ഷാഫിഈ മദ്രസ ഇല്ല. ഉസ്മാനി രാജ്യങ്ങളിൽ വഹാബി മദ്രസ ഉണ്ടായിരുന്നു. അത് അവരുടെ അഭിപ്രായമാണ്, അവര് പറഞ്ഞോട്ടെ, അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കൈവെക്കണ്ട. ഇതാണ് ഉസ്മാനി നിലപാട്. സത്യത്തിൽ ഈ വഹാബിസം വന്ന ഉടനെ ഉസ്മാനികൾ ഇവരെ ശരിയാക്കിയിരുന്നെങ്കിൽ വഹാബിസ ലോകത്തുണ്ടാവില്ല. പക്ഷേ അതിൽ വിഭാഗത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്, അവർ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങളെ അവസ്ഥ എന്താ? ഒരു ഷാഫിഈ മദ്രസ ഇന്ന് മക്കയിലില്ല, മദീനയിലില്ല. ഹനഫി മദ്രസ ഇല്ല, മാലിക്കി മദ്രസ ഇല്ല. ഹംബലി എന്ന് പറഞ്ഞ മോഡേൺ ഹംബലി എന്നാണ് തനി സലഫിസം. ഹംബലി മദ്ഹബ് എന്ന് പറഞ്ഞ സാധനത്തിന് ഇപ്പോൾ റബ്ബർ വുഡാണ്. ഹംബലി മദ്ഹബ് എന്നൊരു സാധനം ദുനിയാവില്ല, അത് സലഫിസം. എന്റെ ഹംബലി മദ്ഹബിന് ബട്ട് ചെയ്തു, അതിന് മേലെ സലഫിസം കയറി. ഏത് അഖിലേന്ത്യക്കാരനോടും ചോദിച്ചാൽ പറയാ ഞാൻ ഹംബലി മദ്ഹബ്. ഹംബലി അല്ല, ഒരു എങ്ങനെ ഹംബലിയാവണ്? എല്ലാ തബറുക്കും എല്ലാ തവസ്സുലും എല്ലാ ഇസ്തിഹാദത്തും അംഗീകരിക്കുന്നവരാണ് അവരൊക്കെ. ഹംബലി മദ്ഹബിലെ അയിമത്തൊക്കെ അതിൽ ഹംബലി മദ്ഹബിൽ കഴിഞ്ഞു വന്നവരൊക്കെ ഒന്നിരിക്കൽ അശ്ആരികളാണ്, അല്ലെങ്കിൽ മത്തുരിദികളാണ്. എന്നാൽ ഇന്നത്തെ ഹംബലികൾ ആരാ? മോഡേൺ ഹംബലി സലഫികളാ. ഇതൊന്നും ഇല്ലാതാക്കലല്ല, ശുദ്ധീകരിക്കണം. സുന്നികൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും നിങ്ങൾ തിരിഞ്ഞാളി, നിങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചാളി. മുണ്ടനില്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾ പ്രശ്നം പരിഹരിക്കണം, ഇത്രയേ ഉള്ളൂ. സുന്നികൾ ചലിക്കുന്ന പണി നിർത്തണം. സുലൈമാൻ ഖാനൂനിക്ക് ശേഷം വമ്പന് പിമ്പില്ല എന്നാണല്ലോ. ചെറിയ ഒരു കാലഘട്ടം ഉസ്മാനികൾ തകർച്ചയെ നേരിട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയുടെ 90% മുസ്ലിങ്ങൾ ഭരിച്ച ഒരു കാലഘട്ടം. അപ്പൊ സ്വാഭാവികമായും അതിൽ അസൂയാലുക്കൾ വരും. സുലൈമാൻ ഖാനൂനി മരിക്കുന്നതോടുകൂടെ പിന്നെ ഈ ഭരണകൂടത്തെ അടിക്കലായിരുന്നു യൂറോപ്പിന്റെ കാര്യമായ പണി. 16 നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം 17, 18, 10 പൂർണ്ണമായി. 1566 സുലൈമാൻ ഖാനൂനി വഫാത്താവുന്നത്. ഞാൻ പിന്നീട് വേണമെങ്കിൽ ആ വാർത്തക്ക് വരാം. ആ ഒരു കാലഘട്ടത്തിൽ 17, 18, 19 നൂറ്റാണ്ടുകളിൽ, പ്രത്യേകിച്ച് 17, 18 നൂറ്റാണ്ടുകളിലെ വലിയ കാര്യം തന്നെ അവസാന ഭാഗത്തിൽ ലേശം ഒന്ന് കയറി. അവസാനം അബ്ദുൽ ഹമീദ് രണ്ടാമൻ, അവരെ വാപ്പ അബ്ദുൽ മജീദ്, അവരൊക്കെ കാലഘട്ടത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഇടക്കാലത്ത്, അത് 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഉയർത്തെഴുന്നേൽപ്പ് വീണ്ടും ഉണ്ടാകുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പിനെ പൂർണ്ണമായി വഹാബികളും മറ്റുമൊക്കെ കൂടി തകർക്കും ചെയ്തു. 17, 18 നൂറ്റാണ്ടുകളുടെ അവസ്ഥ എന്താണെങ്കിൽ ഉസ്മാനികൾ തകർച്ചയെ നേരിടുക. എന്തുകൊണ്ട്? ലോകത്തെ മുഴുവനും എംപയേഴ്സ്, ലോകത്തെ മുഴുവനും സാമ്രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ സാമ്രാജ്യങ്ങൾ എല്ലാവരും ഇവരെ കൂടി അടിച്ചു. എന്തുകൊണ്ട്? ഇതിനെ നിലനിർത്താൻ പാടില്ല. നിലനിർത്തിയാൽ ഇവരുടെ ചൂഷണ താല്പര്യങ്ങൾ പിന്നെ ഉണ്ടാവില്ല. അവരുടെ താല്പര്യം ചൂഷണം മാത്രമായിരുന്നു യൂറോപ്പിന്റെ. ഈ 17, 18, 19-ാം നൂറ്റാണ്ട് ഈ കാലങ്ങളിലെല്ലാം ഇവരെ ഒന്നിനു പുറകെ ഒന്നായി യുദ്ധം ചെയ്ത് തകർക്കാൻ നോക്കിയത് ഒന്ന് ഹോളി റോമൻ എംപയർ, ഒന്ന് പോളിഷ് എംപയർ, ഒന്ന് ഹംഗേറിയൻ എംപയർ, ഒന്ന് ഇറ്റാലിയൻ എംപയർ, ഒന്ന് സ്പാനിഷ് എംപയർ, ഒന്ന് റഷ്യൻ എംപയർ, ഒന്ന് ബ്രിട്ടീഷ് എംപയർ, ഒന്ന് ഓസ്ട്രിയൻ എംപയർ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന ശേഷം 18-ാം നൂറ്റാണ്ട് വരെ എന്തുകൊണ്ട് ഫ്രഞ്ച് എംപയർ തകർന്നുപോയി? ഫ്രഞ്ച് എംപയറിൽ തകരുന്നത് വരെ ഉസ്മാനികളെ കൂടെയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനം 1798 ഫ്രഞ്ച് എംപയർ തകർന്നു. അതിനുശേഷം പിന്നെ വരുന്ന ഫ്രാൻസിലെ മോഡേണിസ്റ്റുകളും അല്ലാത്തവരുമായ നെപ്പോളിയനെ പോലെയുള്ളവരും അല്ലാത്തവരും ആയ ഭരണകൂടങ്ങൾ മുഴുവനും ഉസ്മാനി എംപയറിനെ അടിച്ചു. എന്തുകൊണ്ട് അടിച്ചു? അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ച് എംപയറിന്റെ കൂട്ടുകാരാണ് ഇവര്. ഫ്രഞ്ച് എംപയറിന്റെ ശത്രുക്കളാണ്. പിന്നെ ഫ്രാൻസിൽ വരെ അധികാരത്തിൽ വന്ന് എല്ലാവരും അടിച്ചു. വല്ലാത്ത ക്ഷരങ്ങളാണ് ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് 17, 18 നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ഉസ്മാനി ഖിലാഫത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. ആ കാലത്ത് എന്തുണ്ടായി എന്നാൽ, ആ കാലത്ത് ഒരുപാട് പ്രദേശങ്ങൾ, ഖാനൂനിയും മറ്റൊക്കെ ഭരിച്ചിരുന്ന കാലത്തെ പ്രദേശങ്ങൾ മുഴുവനും, വലിയൊരു ശതമാനം പ്രദേശങ്ങൾ ഉസ്മാനികൾക്ക് നഷ്ടപ്പെട്ടു. ആ സാഹചര്യങ്ങളിൽ അവിടെയൊക്കെ വലിയ വലിയ സുന്നി ഇമാമിങ്ങൾ ഉണ്ടായിരുന്നു. ആ ഇമാമികൾ ജീവൻ ബലിയർപ്പിച്ചും ഈ ഖിലാഫത്തിന്റെ കൂടെ നിന്നു. ഇതാണ് സുന്നി ചരിത്രം. സുന്നികൾ ഒരിക്കലും ഒരു ഖിലാഫത്തിനെ തകർക്കൂല. എന്തുകൊണ്ട്? തകർത്താ പിന്നെ പകരണ്ടാക്കാൻ കഴിയൂല. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ രാഷ്ട്രീയ നശിപ്പിക്കലിന്റെ ലക്ഷ്യമല്ല, പകരണ്ടാക്കാൻ കഴിയില്ല. കാരണം അത്തിന് സ്വാധീനങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ എന്തു വേണം? ശുദ്ധീകരിക്കണം. സത്യത്തിൽ ഉസ്മാനികൾ ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെ രക്ഷപ്പെടുത്തുക എന്നതിന് വേണ്ടി അല്ലാതെ ആ പ്രദേശത്ത് ഉസ്മാനികൾ ചെന്നിട്ടില്ല. അല്ലാത്തൊരു പിടിച്ചടക്കൽ ഉണ്ടായിട്ടില്ല.
ഒക്കെ മോചനങ്ങളാണ്, അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനങ്ങളാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, താരിഖ് ബിൻ സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തില് സ്പെയിനിലേക്ക് മുസ്ലിങ്ങൾ ചെന്നത് എന്തിനു വേണ്ടിയാണ്? കാരുണ്യം, അല്ലാതെ. പക്ഷേ പിന്നെ ആ സംസ്കാരത്തെ ആ രാജ്യക്കാരങ്ങോട്ട് പുൽകി. അതേ സമയത്ത് ഇതിനോടുള്ള അസൂയ കൊണ്ടാണ് പിന്നീട് ഉസ്മാനികളിൽ നിന്ന് റോമക്കാർ ഇതിനെ അടർത്തി മാറ്റിയത്. തനി ചൂഷണം. അതുകൊണ്ട് രണ്ട് വ്യത്യാസമുണ്ട്. ഉസ്മാനികൾ അധികാരം നേടിയ സ്ഥലത്ത് സായുധ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പട്ടാളക്കാരുള്ള സായുധ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സിവിലിയന്മാരെ ആക്രമിച്ചിട്ടേയില്ല. തിരിച്ച് ഞാൻ ഈ വായിച്ച ഈ എംപയർമാരെല്ലാം തിരിച്ചു പിടിച്ച സമയത്ത് പട്ടാളത്തെ ആക്രമിച്ചതിനേക്കാൾ കൂടി ചെയ്തത് സിവിലിയന്മാരെ കൊല്ലല. എന്തുകൊണ്ട്? അവരുടെ മനസ്സിൽ മതമില്ല. ഞാൻ ആ മതത്തിനെ കുറ്റം പറയില്ല, അവരുടെ മനസ്സിൽ മതം ഇല്ല. വേറൊരു ജനതയോടൊരു സ്നേഹം, അവര് മനുഷ്യരാണെന്നൊരു അത് വേണല്ലോ. ഹോളി റോമൻ എംപയറിന് പലപ്പോഴും ഇത് ഉണ്ടായില്ല. അത് ക്രിസ്തു മതത്തിന് കുഴപ്പമില്ല, പോപ്പുമാരുടെ മനുഷ്യത്തില്ലായ്മയാണ്. പലപ്പോഴും അങ്ങനെ ഉണ്ടായിപ്പോയിട്ടുണ്ട്. അത് ക്രിസ്തു മതത്തിന് കുഴപ്പമല്ല. ഉദാഹരണം പറയാം, ടുണീഷ്യ. എന്തിനാ ടുണീഷ്യയിലേക്ക് ഞാൻ ചില രാജ്യങ്ങൾ കാണിച്ചു തരാം. ടുണീഷ്യ എന്തിനാ ടുണീഷ്യയിലേക്ക് മുസ്ലിമീങ്ങൾ വരുന്നത്? ഏതാ ടുണീഷ്യ? ഇതന്നെ മെഡിറ്ററേനിയന്റെ ഇങ്ങേ ഓരത്ത് ഇങ്ങേ എഴുതാ കടലിലേക്ക് ഒരൽപ്പം ഉണ്ടി. ഇതാണ് ടുണീഷ്യ, ടൂണിസ് അഥവാ ടുണീഷ്യ. മെഡിറ്ററേനിയൻ സമുദ്രതീരത്ത് 1575 ഇവിടേക്ക് ഉസ്മാനികൾ വരുന്നത്. ഇവിടെ ആഫ്രിക്കയിലെ അൾജീരിയ നിന്നൊക്കെ ഒരൽപ്പം ഇങ്ങോട്ട് ഉന്തി നിൽക്കുന്ന ഇത് മെഡിറ്ററേനിയൻ സീയുടെ ഓരത്തുള്ള ഈ ടുണീഷ്യയിലേക്ക് മുസ്ലിമീങ്ങളെ ക്ഷണിച്ചുകൊണ്ടാണ് 1575. എന്താ കാരണം? മറ്റൊന്നുമല്ല, 1535 ഈ രാജ്യം ഹോളി റോമൻ എംപയർ പിടിച്ചടക്കി. നേരത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഹോളി റോമൻ എംപയർ പിടിച്ചടക്കിയപ്പോൾ 30,000 മുസ്ലിം സിവിലിയന്മാരെ കൂട്ടക്കൊലയിട്ടു ഹോളി റോമൻ എംപയർ 1535. സ്വാഭാവികമായി പരിസര രാജ്യങ്ങൾ മുഴുവൻ ഉസ്മാനികളെ കീഴിലാണ്. ആ രാജ്യത്തെ സന്ദേശവാഹകന്മാർ ഉസ്മാനികളെ സമീപിച്ചു, നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല, പരിഹാരം ഉണ്ടാക്കി തരണം. 1575 സംബന്ധിച്ചിടത്തോളം 1517 ഖലീഫയായിട്ടുണ്ട് ആര്? സലീം ഒന്നാമൻ. എവിടെയൊക്കെ ധർമ്മത്തിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഇടപെടൽ ഖലീഫയുടെ ബാധ്യതയാണ്. 1535 മുതൽ 40 കൊല്ലം 1575 വരെ തുണീഷ്യയുടെ ഭരണം എന്ന് പറഞ്ഞാൽ ഹോളി റോമൻ എംപയറിന് കീഴില. അന്ന് മുസ്ലിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് കൈ നടക്കില്ല. ഒറ്റയടിക്കാണ് 30,000 മുസ്ലിങ്ങളെ ഹോളി റോമൻ എംപയർ കൂട്ടക്കൊല ചെയ്തത്. അപ്പോൾ 1575 ടുണീഷ്യയിലേക്ക് ആ നാടിനെ മോചിപ്പിക്കാൻ വേണ്ടി ഉസ്മാനികൾ വരുന്നത് നിർബന്ധിതരായി. അങ്ങനെയാണ് ഉസ്മാനികൾ. ഇതാണ് അതിന്റെ സത്യം. ഏതെങ്കിലും നാടിനെ പിടിച്ചടക്കൽ അവരുടെ ലക്ഷ്യമായിരുന്നില്ല. മോചനത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, കാരുണ്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തി അവിടുത്തെ പണ്ഡിതന്മാരെ ബന്ധപ്പെട്ടവരെല്ലാം ഉസ്മാനി ഖിലാഫത്തുമായി ബന്ധപ്പെടും, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണം. അക്കാലത്തെ സാഹചര്യത്തിൽ ഹോളി റോമൻ എംപയറിനെ ഏറ്റുമുട്ടാൻ ഉസ്മാനികൾക്കല്ലാതെ കഴിയില്ല. ഇനി ഹോളി റോമൻ എംപയറിന്റെ കീഴിൽ ഒരു സാധാരണ സൗകര്യം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ഒരിക്കലും ഉസ്മാനികൾ അങ്ങനെ ചെയ്യൂല. പിടിച്ചടക്കാൻ വേണ്ടി പോകുന്നവരല്ലവർ. നിർബന്ധിതരായി 1575 ഉസ്മാനികൾ വന്നു. ഹോളി റോമൻ എംപയർ സ്വാഭാവികമായി പുറത്തായി. ജനങ്ങൾ സന്തോഷത്തിലായി. പിന്നെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കാലഘട്ടമാണ്. അവിടെ സന്തോഷം. ടുണീഷ്യ 1575 മുതൽ ടുണീഷ്യയുടെ സാഹചര്യം സന്തോഷത്തിലായി. അവിടെ മുസ്ലിങ്ങളുണ്ടായിരുന്നു, ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, ജൂതന്മാരുണ്ടായിരുന്നു. സന്തോഷകരമായി ജീവിച്ചു. ഒരു മതവിഭാഗത്തിന് ഒരു പ്രയാസം ഉണ്ടായില്ല. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്ക് പരിശോധിക്കാം, ആർക്കും പഠിക്കാം ഈ വിഷയം. ഒരു അന്യമതസ്ഥനെ ഉസ്മാനികൾ ദ്രോഹിച്ചില്ല. അതേസമയത്ത് ഹോളി റോമൻ എംപയർ ആണ് എന്ത് ചെയ്തത്? 1535 വന്നത് 30,000 മുസ്ലിം സിവിലിയന്മാരെ ഒറ്റയടിക്ക് കൂട്ടക്കൊല ചെയ്തത്. പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയി ഉസ്മാനികൾ. പക്ഷേ 17-ാം നൂറ്റാണ്ട് ഉസ്മാനികൾ ക്ഷയത്തിന്റെ കാലമാണ്. ക്ഷയം സംഭവിച്ചു. അന്ന് ഹോളി റോമൻ എംപയർ തിരിച്ചു വന്നു. ആരെല്ലാം? 1684 മുതൽ റഷ്യ, വെനീസ്, പോളണ്ട്, ഹാബ്സ്ബർഗ് ഇവരെല്ലാം കൂടിയിട്ട് ഒരു സഖ്യം രൂപീകരിച്ചു. ഈ സഖ്യം 4 നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് ഉസ്മാനികൾ. റഷ്യ ഇനി പ്രധാനമായി സർചക്രവർത്തിമാർ ഇല്ലാതാവുന്നത് 1917 റഷ്യയില് ബോൾഷെവിക് വിപ്ലവത്തിൽ 1917 സർചക്രവർത്തിമാർ ഇല്ലാതാവുന്നത്. അതുവരെയും 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും ചക്രവർത്തിമാരുടെ പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു? ഉസ്മാനികളെ ദ്രോഹിക്കുക, മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുക. ഇത് തന്നെ 1917 ബോൾഷെവിക്കുകളിൽ അതേ
വിപ്ലവത്തോടുകൂടെ സർ ചക്രവർത്തിമാർ താഴെ ഇറങ്ങിയപ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകളായി. അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പോലും കാണാൻ പാടില്ല. ഈ രാജ്യങ്ങളെല്ലാം ആ പ്രയാസങ്ങൾ ഉണ്ടായി. 4 നൂറ്റാണ്ട് കാലം ഉസ്മാനികളാണ് ആക്രമിച്ചു. തുടരെ കിഴക്ക് നിന്ന് ഇറ്റലി ആക്രമിച്ചു, കിഴക്കിന് ഇറ്റലി ആക്രമിച്ചു. ഇറ്റലി അതേപോലെ തന്നെ സ്പെയിന്, ഈ ഭാഗത്ത് നിന്ന് സ്പെയിൻ ഇങ്ങോട്ട് ആക്രമിച്ചു. ഒരു ഭാഗത്ത് നിന്ന് സ്പെയിൻ ആക്രമിച്ചു, ഒരു ഭാഗത്ത് നിന്ന് സ്പെയിൻ ആക്രമിച്ചു, ഒരു ഭാഗത്ത് നിന്നോ ഇറ്റലി ആക്രമിച്ചു. ഇങ്ങനെ 4 ഭാഗത്തും തുർക്കികളെ ഇങ്ങോട്ട് ആക്രമിച്ചു. ഇറ്റലി, സ്പെയിന്, ഒരു ഭാഗത്ത് പോർച്ചുഗല്, പോളണ്ട്, ജർമ്മനി, പിൽക്കാലത്ത് 17-ാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസ്, ഇതെല്ലാം ആക്രമിച്ചത്. ഒരു കാലത്ത് ബാൽക്കൻ മലനിരകൾ മുഴുവനും, അവരെ കൂടെ റഷ്യ 2 നിരക്ക് ആക്രമിച്ചു. ഒന്ന് കോക്കസ് മലനിരകൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നു, ബാൽക്കൻ മലനിരകൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നു. കിഴക്കൻ യൂറോപ്പിയൻ ബാൽക്കൻ മലനിരകൾ പൂർണ്ണമായും അന്ന് ഉസ്മാനികളെ കീഴിലാണ്. ആ ഉസ്മാനികളെ പരമാവധി അവർ ചെയ്യിപ്പിച്ചു. റഷ്യ, ജർമ്മനി 18-ാം നൂറ്റാണ്ട് മുതൽ അവസാനം മുതൽ എന്താ പറയാ ഫ്രാൻസ്, പിന്നെ ഹോളി റോമൻ എംപയർ, ഇതെല്ലാം ഓരോ ഭാഗത്ത് നിന്ന് ഹംഗറി, അന്നത്തെ ഹംഗറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹംഗറിയേക്കാൾ വലുതാണ്, പോളണ്ട്, ഇവരെല്ലാം ഒന്നിച്ച് ഉക്രൈൻ ഇങ്ങനെ എങ്ങോട്ട് ആക്രമിച്ചപ്പോൾ സ്വാഭാവികമായും എന്ത് സംഭവിച്ചു? ആ പ്രദേശങ്ങളിലെ അനവധി പ്രദേശങ്ങൾ, യൂറോപ്യൻ പ്രദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അഥവാ ഉസ്മാനികൾക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു കാലം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കണം. ആ കാലത്തൊക്കെ മുസ്ലിങ്ങൾക്ക് വന്നിട്ടുള്ള ക്ഷരങ്ങളും ക്ഷയങ്ങളും അനവധിയാണ്. എന്തുകൊണ്ട്? ആയിരക്കണക്കായ പള്ളികൾ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ആ പള്ളികൾ ചർച്ചുകളാക്കി മാറ്റപ്പെട്ടു. അവിടെ പള്ളി ദർസുകൾ, മക്ബറകൾ, ഇങ്ങനെ പലജാതി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഇതേ സമയത്താണ് ഒരു ഭാഗത്ത് വഹാബികളും ഒരു ഭാഗത്ത് ഷിയാക്കളുടെ സഫാവിദ് ഖദർ രാജവംശവും അവർ കൂടി ആക്രമിക്കുന്നത്. അതായത് പുറത്തുനിന്നുള്ള ആക്രമണവും അകത്തുനിന്നുള്ള ആക്രമണവും ഇതെല്ലാം ആ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് നേരിടേണ്ടി വന്നു. വലിയ പ്രയാസങ്ങൾ ഉണ്ടായി. 1568 മുതൽ 1568 എന്ന് പറഞ്ഞാൽ സുലൈമാൻ ഖാനൂനി മരിക്കുന്നത് 1566 സുലൈമാൻ ഖാനൂനി മരിക്കുന്നവരെ ഒന്നും അനങ്ങിയിട്ടില്ല. അത്രയും കരുത്തുള്ള ആളാണ്. സുലൈമാൻ ഖാനൂനി മരിച്ച് 2 വർഷം കഴിഞ്ഞ ഉടനെ റഷ്യൻ ആക്രമണം തുടങ്ങി. 1568 മുതൽ 1878 വരെ, കൃത്യമായി പറഞ്ഞാൽ 310 കൊല്ലം റഷ്യൻ ആക്രമണം. ആ റഷ്യൻ ആക്രമണങ്ങളിലൂടെ ഉണ്ടായത് എന്താ? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ കിഴക്കൻ യൂറോപ്പ് അത് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, ഉസ്മാനികൾക്ക്. കോക്കസിന്റെ ഏരിയ നഷ്ടപ്പെട്ടു. കോക്കസിന്റെ ഏരിയ അക്കാലത്ത് പിടിച്ചടക്കിയതാ. കോക്കസ് ഏരിയകൾ എന്ന് പറഞ്ഞാൽ ചെച്നിയ, ദാഗിസ്ഥാന്, ഒരുപാട് സൂഫി സുന്നി മുസ്ലിങ്ങൾ ഉള്ള നാടാണ്. ഇതെല്ലാം ഒരുപാട് ത്വരീഖത്തിന്റെ ഖാൻഖാഹുകള്, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്രസകള്, ഖാദിരി, റിഫായി, ചിശ്തി, സൂറവർദി, നക്ഷബന്ദി ത്വരീഖത്തുകളുടെ ഖാൻഖാഹുകള്, ഇതെല്ലാം ധാരാളമുള്ള പ്രദേശങ്ങളായിരുന്നു അന്ന് ദാഗിസ്ഥാന്. അതേപോലെ തന്നെ ചെച്നിയ. ഞാൻ ദാഗിസ്ഥാനെ പറ്റി പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ വരെ നക്ഷബന്ദി ത്വരീഖത്ത് വരുന്നത് ദാഗിസ്ഥാനിൽ നിന്ന്. കേരളത്തിലെ നക്ഷബന്ദി ത്വരീഖത്തിന്റെ പ്രധാന ഷെയ്ഖാണ് നൂഞ്ഞേരി ഷെയ്ഖ്. അവരുടെ ഷെയ്ഖാണ് ആര്? യഹ്യ ദാഗിസ്ഥാനി. ദാഗിസ്ഥാൻ എവിടെ? ആദ്യകാലത്ത് ഉസ്മാനികളെ കൂടെ പിന്നെ റഷ്യൻ ഭാഗം, ഇപ്പൊ റഷ്യൻ ഭാഗമാണ്. നക്ഷബന്ദി ത്വരീഖത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞാല് 2 കേന്ദ്രങ്ങളാണ്. ഒന്ന് ചെച്നിയ, ഒന്ന് ദാഗിസ്ഥാന്. ഇവിടേക്ക് ഇസ്ലാം എത്തിയത് ആരുടെ കാലത്താണ്? ഉസ്മാനികളുടെ കാലത്താണ്. പിന്നെ അവർ വലിയ ത്വരീഖത്തുകൾ വാങ്ങി, വലിയ മദ്ഹബ് ത്വരീഖത്തൊക്കെ അവിടെ വളർന്നു. താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നതിലെ ഏറ്റവും പ്രഗത്ഭനായ മലബാറിലെ നക്ഷബന്ദി ഷെയ്ഖ് താനൂർ അബ്ദുറഹ്മാൻ ഷെയ്ഖാണ്. അവരുടെ ഷെയ്ഖാണ് ആര്? നൂഞ്ഞേരി ഷെയ്ഖ്. അവരുടെ ഷെയ്ഖാണ് ആര്? യഹ്യ ദാഗിസ്ഥാനി. ദാഗിസ്ഥാനി എവിടുന്ന്? മക്കയിൽ വന്ന് താമസിക്കായിരുന്നു. എവിടെ നിന്ന്? ദാഗിസ്ഥാനിൽ നിന്ന്. എന്താ കാരണം? റഷ്യൻ ആക്രമണം. ദാഗിസ്ഥാൻ എവിടെ? ഇപ്പോൾ റഷ്യയുടെ ഭാഗം. ഒരു കാലത്ത് ഉസ്മാനികളെ കൂടെ ഇസ്ലാം ഇല്ലാത്ത കാലത്ത് അവിടെ ഇസ്ലാം വന്നു, ഇസ്ലാം അവിടെ വളർന്നു. വലിയ ആലിമ്യങ്ങളും സൂഫികളൊക്കെ അവിടെ ഉണ്ടായി. സൂഫി മക്ബറകൾ, സൂഫി മഠങ്ങള്, വലിയ ദീനിനൊക്കെ വലിയ വിജയം അവിടെ ഉണ്ടായി. പിൽക്കാലത്ത് റഷ്യൻ ആക്രമണം വന്നപ്പോൾ മക്കയിലേക്ക് നാട് വിട്ടു യഹ്യ ദാഗിസ്ഥാനി. ആ യഹ്യ ദാഗിസ്ഥാനിന്റെ ശിഷ്യനാണ് ആര്? കണ്ണൂരി നൂഞ്ഞേരി ഷെയ്ഖ്. അവരുടെ ഷെയ്ഖാണ് ആര്? താനൂര് കിടക്കുന്ന ആര്? അബ്ദുറഹ്മാൻ നക്ഷബന്ദി. കേരളം കണ്ട പ്രഗത്ഭന്മാരായ ആൺകുട്ടികളാണ് അവരൊക്കെ. മഹാനായ ശംസുൽ റഹ്മത്തുള്ളവരെ ഇതൊക്കെ അനുസ്മരിക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അവിടുന്ന് മക്കയിലേക്ക് വരാനുള്ള കാരണം എന്താ? റഷ്യൻ ആക്രമണം. 17-18 നൂറ്റാണ്ടുകളിലെ എന്ത് ചെയ്തില്ല? ഖിലാഫത്ത് തകർന്നപ്പോൾ ഖിലാഫത്തിനെ തകർക്കാൻ ഇവർ കൂടെ നിർത്തില്ല.
ഇവര് ചിലപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ആയുധം എടുക്കേണ്ടി വന്നു, ആയുധം എടുത്തു. ഉസ്മാനി ഖിലാഫത്തിന് കൂടെ നിന്ന് കൊടുക്കാനും സാമൂദ് രാജാവിന്റെ കൂടെ നിന്ന് കൊടുക്കാനും വേണ്ടിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ എഴുതിയത്. ആര്? മഖ്ദൂം രണ്ടാമൻ. എന്താ അവരുടെ ലക്ഷ്യം? ഈ ഭരണകൂടങ്ങളെ നിലനിർത്തുക. ഒന്ന് സാമൂതിരിയെ, രണ്ട് ഉസ്മാനികളെ. ഇത് രണ്ട് ജാതി മതഭേദമന്യേ നന്മ ചെയ്യുന്ന ഭരണാധികാരികളാണ്. സൂഫികൾ എപ്പോഴും ഒരിക്കലും ഒരു ഭരണകൂടത്തെ ഉള്ളിൽ നിന്ന് കുത്തൂല, പുറത്തുനിന്ന് ആക്രമിക്കില്ല. എന്തില്ലെങ്കിൽ പ്രതിരോധമായിട്ടല്ലാതെ. സൂഫിയാണ് ആര്? സാക്ഷാൽ ആലി മുസ്ലിയാർ. ആലി മുസ്ലിയാർ നടത്തിയത് എന്തല്ല, ഒരു ആക്രമണമല്ല, പിന്നെന്താണ്? പ്രതിരോധം. അക്രമ പരമ്പരകൾ അരങ്ങേറിയപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്തതാണ് ആര്? ആലി മുസ്ലിയാർ. അത് പാളിപ്പോയി, അത്ര വേണ്ടില്ല, അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു. എന്തുകൊണ്ട്? മുന്നും പിന്നും നോക്കാതെയാണ് ചെയ്തത്, വേണ്ടില്ലായിരുന്നു. എന്നാലും ഒരു ആക്രമണമല്ല ആരുടേത്? ആലി മുസ്ലിയാരുടേത്. പിന്നെന്താണ്? പ്രതിരോധമാണ്. ഇതാ സൂഫികളൊക്കെ ചെയ്യുക. സൂഫികൾ ആക്രമിക്കൂല, പ്രതിരോധത്തിന് വേണ്ടി ആയിട്ടെടുക്കും. 1568 മുതൽ 1878 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഉസ്മാനികളെ നിരന്തരമായി റഷ്യ ദ്രോഹിച്ച ഒരു കാലഘട്ടമാണ്. അതാണ് ആ കാലം. ആദ്യകാലങ്ങളിൽ മുസ്ലിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, ക്രൈമിയ, സ്വീഡന് പലപ്പോഴും ഉസ്മാനികളെ പക്ഷത്ത് നിലകൊണ്ടിട്ടുണ്ട്. പക്ഷേ ഉസ്മാനികൾ ക്ഷയിച്ചപ്പോൾ സ്വാഭാവികമായും ആ രാജ്യങ്ങളെല്ലാം ഹോളി റോമൻ എംപയറിന്റെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ റഷ്യയുടെ കൂടെ നിൽക്കുകയോ ചെയ്തു. അങ്ങനെ എന്തുണ്ടായി? മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ വടക്കൻ ബാൽക്കൻ പ്രദേശങ്ങൾ തന്നെ. ഇതാണ് ബാൽക്കൻ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാല് ബാൽക്കൻ മലനിര കിട്ടിയ പ്രദേശങ്ങളാണ് ബാൽക്കൻ. കോക്കസ് മലനിരതാണ് കോക്കസ് പ്രദേശങ്ങൾ. ഈ രണ്ടാലൊരു പ്രദേശം ആയിരിക്കാം ദുൽഖർനൈന് കെട്ടിയതെന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ദുൽഖർനൈനെ കെട്ട് ചിലപ്പോൾ ഇവിടെയാകാം. എവിടെ? ഇത് കാസ്പിയൻ കടലാണ്, ഇത് കരിങ്കടൽ. ഖാലു ഇന്ന യജൂജ മുഫ്സിദൂന ഫിൽ അർളി ഫഹൽ നജഅലു ലക ഖർജൻ അലാ അൻ തജഅല ബൈനനാ വബൈനഹും സദ്ദാ ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅഈനുനി ബിഖുവ്വ. ഇത് രണ്ട് കടലുകൾക്കിടയിലാണ് കെട്ടിയിട്ടുണ്ടാവുക. ഈ രണ്ട് മലകൾക്കിടയിൽ കെട്ടിയിട്ടുണ്ടാവുക. ആര്? ഒരു ഇത് കാസ്പിയന്, ഇത് കാസ്പിയൻ. ഇതോ കരിങ്കടല്, ബ്ലാക്ക് സീ. ഇത് രണ്ടിന്റെ ഇടയിലുള്ള പ്രദേശം ഏതാ? ഒരു ഭാഗത്ത് പാകിസ്ഥാന്. പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അനുസരിച്ച് ഇവിടെയായിരിക്കാം. ഇതാണ് കാസ്പിയൻ, ഇതാണ് കരിങ്കടൽ. ഇത് രണ്ടിന്റെ ഇടയിലായിരിക്കാം ദുൽഖർനൈനെ കെട്ടെന്ന് അനുമാനിക്കപ്പെടുന്നു. അപ്പൊ ആ കെട്ട് രണ്ട് രാജ്യത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന് ഏത്? ഇത് പാകിസ്ഥാന്, ഇതോ ചെച്നിയ. ഇതാണ് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ. തുർക്കിയുടെ ഏകദേശം കിഴക്ക് വടക്ക്, ഇത് വടക്ക്, ഇത് കിഴക്ക് വടക്ക്. തുർക്കിയുടെ കിഴക്ക് വടക്കാണ് എന്റെ തൊട്ടപ്പുറത്ത് തിബ്രീസ്, ജോർജിയ. ഇതാ ഇതിനപ്പുറത്താണ് എന്റെ റഷ്യൻ. ഇത് റഷ്യയുടെ ഭാഗമാണ്. ഇപ്പോൾ ഇത് 1568-ന്റെയും 1878-ന്റെയും ഇടയിൽ ഉള്ള യുദ്ധങ്ങളിൽ പിടിച്ചടക്കിയതാണ്. ആ പ്രദേശങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഇസ്ലാമിക കേന്ദ്രങ്ങളാണ്. അന്നും ഇന്നും അതൊക്കെയാണ്. 90% മുസ്ലിങ്ങളുടെ ഏരിയകളാണ് അതെല്ലാം. ഇതിനെ കോക്കസ് ഏരിയ എന്ന് പറഞ്ഞു. എന്താ അതിന് കോക്കസ് ഏരിയ എന്ന് പറയാൻ കാരണം? അവിടെ റഷ്യയിലേക്കൊരു അതിൻ്റെ ഇടയിൽ വലിയ മലനിര ഉണ്ട്. ഏത്? കോക്കസ് മലനിരകൾ. അടിസ്ഥാനപരമായി യജൂജ് മജൂജ് ആരായിരിക്കും? റഷ്യക്കാര്. അവരുടെ സ്വഭാവം തന്നെയാണ് എന്ത്? ഇതൊരു ഒറ്റ സ്വഭാവമാണ് ഇതിന് തന്നെ. ചൈന, പിന്നെ മംഗോളിയ, റഷ്യ, ഇവരൊരു പ്രത്യേക തരം സ്വഭാവമാണ്. ഇവരായിരിക്കാം യാഫത്തിന്റെ മക്കളും. നോഹ് നബിയുടെ 3 മക്കളിൽപ്പെട്ട പടിഞ്ഞാറൻ മോനാണല്ലോ ആര്? യാഫത്തിന്റെ മക്കളായിരിക്കാം ഇവര്. അവരൊക്കെ ശൈലി തന്നെ ഏകദേശം വേറെയാണ്. തന്നെ ചൈന ദേ ശൈലിയാണ് മംഗോളിയ. ഒരുതരം ക്രൂര മനസ്സാണ് ഇവർക്കൊക്കെ. അതിങ്ങനെയാണ്. ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളൊക്കെ ഒരുതരം ക്രൂര മനസ്സാണ്. രാജാക്കന്മാർക്ക് പോലും ക്രൂര മനസ്സാണ്. ഇപ്പോൾ പോലും ആധുനികതയിൽ പോലും എതിർപ്പ് പറയുന്ന ആളുകളെ വെട്ടി നുറുക്കിയിട്ട് മുതലൊക്കെ ഇട്ട് കൊടുക്കുന്ന രാജാക്കന്മാർ ഈ അടുത്ത കാലത്ത് വരെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കംബോഡിയ പോലെയൊക്കെയുള്ള പ്രദേശങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഇതന്നെ. ചൈന, മംഗോളിയ, റഷ്യന് ഇങ്ങോട്ട് ഉന്തി നിൽക്കുന്ന ഒരു പ്രദേശം. ഈ ഭാഗം ഉസ്മാനികളെ കയ്യിലായിരുന്നു. നിറഞ്ഞ മുസ്ലിങ്ങളാണ് അന്ന് ഇന്നും. കോക്കസ് ഏരിയയാണ്. ഇവിടെ ആയിരിക്കാം ദുൽഖർനൈന്റെ കെട്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് ഇന്ന് അവയെല്ലാം. മാത്രമല്ല ഏറ്റവും കൂടുതൽ സുന്നി സൂഫികളുള്ള ഏരിയകളാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയകൾ. ഈ ദാഗിസ്ഥാനും
ചെച്ചിനിയയുമെല്ലാം സുന്നി സൂഫി സമ്മേളനങ്ങൾ നടക്കാം. കേരളത്തിൽ നിന്ന് പോലും ഈ അടുത്ത കാലത്ത് 2014 വേൾഡ് സൂഫി സമ്മേളനം നടന്നു ചെച്ചിനിയയിൽ. വഹാബിസത്തിനെതിരെ മുസ്ലിം ലോകത്തിന്റെ തലവേദന വഹാബിസമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സൂഫി സമ്മേളനങ്ങൾ, വേൾഡ് സൂഫി സമ്മേളനം നടത്തിയത് ചെച്ചിനിയാണ്. ഇന്നത്തെ പല അറബ് രാജ്യങ്ങൾ നടത്തൂല. എന്തുകൊണ്ട്? അവർ വഹാബികൾക്ക് കീഴിലായതുകൊണ്ട്. ഇന്നും അങ്ങനെയാണ്. ചെച്ചിനിയ, ദാഗിസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങൾ അവരൊക്കെ നക്ഷബന്ദി ത്വരീഖത്ത് അല്ലെങ്കിൽ ഖാദിരി ത്വരീഖത്തുകാരാണ്. ദാഗിസ്ഥാനികളും ചെച്ചനിയക്കാരുമെല്ലാം ഒക്കെ ത്വരീഖത്തുകാരാണ്. ഈ ഇസ്ലാം തന്നെ അവിടെ എങ്ങനെ വന്നു? ഉസ്മാനികളിൽ വന്നു, പിന്നെ ത്വരീഖത്തുകളും വന്നു. കാരണം ഉസ്മാനികൾ മുഴുവനും ആരാണ്? ത്വരീഖത്തുകാരാണ്. ത്വരീഖത്ത് ശുദ്ധമായ മതവുമാണ്. അങ്ങനെ ഈ രാജ്യങ്ങളെല്ലാം ഈ കാലഘട്ടത്തിനുള്ളിൽ റഷ്യ പിടിച്ചെടുത്തു. റഷ്യയുടെ ഈ കാലത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഉസ്മാനികളെ തോൽപ്പിച്ച് ആ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തു. ഏത് പ്രദേശങ്ങൾ? ചെച്ചിനിയ, ദാഗിസ്ഥാൻ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. റഷ്യൻ ഭരണകൂടത്തിന്റെ കിരാത വാഴ്ചയെ ഇവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. അങ്ങനെ ഒരു നിൽക്കക്കള്ളിയുമില്ലാതെ ചില ത്വരീഖത്തിന്റെ മശായിഖന്മാർ എന്ത് ചെയ്തു? അവര് ആയുധമെടുക്കേണ്ടി വന്നു. ആയുധമെടുക്കേണ്ടി വന്നതിൽപ്പെട്ട ഒരാളാണ് മഹാനായ ഇമാം ഷാമിൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഉസ്മാനി ഖിലാഫത്തിന് വേണ്ടി ആയുധെടുത്തു, പ്രതിരോധത്തിന്. റഷ്യയിലെ നക്ഷബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖായിരുന്നു ആര്? ചെച്ചനിയയിലാണ് അദ്ദേഹത്തിന്റെ, ചെച്ചനിയ ദാഗിസ്ഥാനൊക്കെ അദ്ദേഹത്തിന്റെ ഏരിയ. 1797 ജനിക്കുകയും 1871 മരിക്കുകയും ചെയ്ത മഹാനാണ് ഇമാം ഷാമിൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഷാമിലിന്റെ ഖലീഫയിലാണ് ആര് വരിക? യഹ്യ ദാഗിസ്ഥാനി. അദ്ദേഹത്തിന്റെ ഖലീഫയാണ് നൂഞ്ഞേരി ഷെയ്ഖ്. അദ്ദേഹത്തിന്റെ ഖലീഫയാണ് അബ്ദുറഹ്മാൻ നക്ഷബന്ദി. ഇവരോടൊക്കെ നമുക്കൊരു ബന്ധമുണ്ട്, നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. ഇമാം ഷാമിൽ ആയുധമെടുത്ത ഒരാളാണ്. ആർക്കെതിരെ? റഷ്യക്കാർക്കെതിരെ. എന്തിന്? പ്രതിരോധം. ആരെ കൂടെ നിന്നിട്ട്? ഉസ്മാനികളെ കൂടെ നിന്ന് ആയുധെടുത്തു. സത്യത്തിൽ സൂഫികളുടെ സ്വഭാവം ആയുധെടുക്കലല്ല. സൂഫികൾ എന്ന് പറഞ്ഞാൽ ആയുധെടുത്ത് നടക്കുന്നവരല്ല. അവർ ദാക്കിര്യങ്ങളും വിജ്ഞാനം നേടുക, വിജ്ഞാനം പ്രചരിപ്പിക്കുക, ജനങ്ങളെ ശുദ്ധീകരിക്കുക, ആത്മീയമായ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് അവരെ ഏരിയ. പക്ഷേ ലോകത്തെ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഇമാം ഷാമിൽ എന്ന് പറഞ്ഞാൽ 1797 മുതൽ 1871 വരെ, അതായത് അവരുടെ വഫാത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഏകദേശം 10-75 വയസ്സുണ്ട് അവർക്ക് വഫാത്താവുമ്പോൾ. ഈ മഹാന് ഇമാം ഷാമിൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാൽ നക്ഷബന്ദി ഖാദിരി ത്വരീഖത്തിന്റെ സ്റ്റേഷനാണ് ഇന്ന് ലോകത്ത്. അതായത് അവരിലൂടെ അല്ലാതെ നക്ഷബന്ദി ത്വരീഖത്ത് കടന്നു വന്നിട്ടില്ല. ഈ മഹാൻ ആയുധം എടുത്തിട്ടുണ്ട്. ആരുടെ കൂടെ നിന്ന്? ഒരു ലാഭത്തിന് വേണ്ടിയല്ല, ഉസ്മാനികളെ സഹായിക്കുക. വലിയ ആത്മീയ പണ്ഡിതനാണ്. അവർ സഹായിച്ച സ്വാഭാവികമായും അവരാണ് നിന്നോടുത്താൽ സ്വാഭാവികം ജനങ്ങൾ കൂടും. സിവിലിയന്മാരെ വരെ ഉൾപ്പെടുത്തിയിട്ട് അധിനിവേശ ശക്തികൾക്കെതിരെ, ഇവിടെ നമ്മൾ ആലി മുസ്ലിം ചെയ്തതുപോലെ. പക്ഷെ ആലി മുസ്ലിങ്ങളുടെ അബദ്ധം ഇവർക്ക് കുടുങ്ങിയിട്ടില്ല. ആലി മുസ്ലിങ്ങളുടെ അബദ്ധം ഇവർക്ക് ഉണ്ടായിട്ടില്ല. അതേപോലെ ഇവരെന്ത് ചെയ്തു? ചെച്ചനിയയിൽ കോക്കസ് ഇമാമത്ത് എന്ന പേരിൽ ഇവരൊരു പുതിയ ഭരണകൂടം സ്ഥാപിച്ചു. കോക്കസ് ഇമാമത്ത് എന്ന പേരിൽ. ഏതുപോലെ ഏറനാട്ടിൽ ഭരണകൂടം സ്ഥാപിച്ചല്ലോ. ആര്? ബ്രിട്ടീഷുകാർക്കെതിരെ. ആര്? ആലി മുസ്ലിം. എന്നിട്ട് കോക്കസ് ഇമാമത്ത് എന്ന പേരിൽ ഭരണകൂടം സ്ഥാപിച്ചിട്ടുണ്ട്. ആര്? ഇമാം ഷാമില്. ആ കൂട്ടത്തിൽ ഇമാം ഷാമിലിനെ പോലെ ഉസ്മാനികളുടെ പക്ഷത്തിൽ ലോകത്ത് സ്വഹാബത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭരണകൂടമാണ് ഉസ്മാനികളുടേത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി ആയുധമെടുത്ത സൂഫികളാണ് ഷെയ്ഖ് മൻസൂർ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് ഖാസി മുഹമ്മദ് മുല്ല ഒക്കെ വലിയ ഔലിയാക്കന്മാർ, വലിയ കോടിക്കണക്കായ സുന്നി മുസ്ലിമീങ്ങളിൽ സ്വാധീനമുള്ള മഹാന്മാരുമാണ്. ഷെയ്ഖ് റമാസത്ത് ബെക്ക്. ഇങ്ങനെ അവരൊക്കെ ആ കാലത്തെ ചെച്ചനിയയിലെയും ദാഗിസ്ഥാനിലെയും വലിയ വലിയ സൂഫികളും ആലിമീങ്ങളുമാണ്. മുദരിസമാര്, വലിയ ആലിമീങ്ങൾ, വലിയ വലിയ മഹാന്മാര്. ഇമാം ഷാമിൽ നിന്ന് കേൾക്കാത്ത ഒരു ത്വരീഖത്തുകാരൻ പോലും ഉണ്ടാവില്ല. അത്രയും വലിയ മഹാനാണ് ഇമാം ഷാമിൽ. ഇവരെല്ലാരും ഈ സുന്നി പണ്ഡിതന്മാർ കൂടെ നിന്നൊടുത്തു. ആരുടെ കൂടെ? ഇവിടെയാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഖിലാഫത്തിന് ഒരു സുന്നി പണ്ഡിതന്മാർ കൂടിയിട്ട് ഉമവിയ ഖിലാഫത്ത് തകർത്തിട്ടില്ല. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഖിലാഫത്തു റാഷിദൂൻ, അൽ ഖുലഫാഉ റാഷിദൂൻ, അൽ ഖിലാഫത്തു റാഷിദ. ഇതിനെ സുന്നി ഉലമാക്കൾ തകർത്തിട്ടില്ല. പിന്നെ ഉമവിയ ഖിലാഫത്ത് സുന്നി ഉലമാക്കൾ തകർത്തിട്ടില്ല. പിന്നെ അബ്ബാസി ഖിലാഫത്തിനെ സുന്നി ഉലമാക്കൾ തകർത്തിട്ടില്ല. പിന്നെ ഉസ്മാനികൾ അവര് തകർത്തിട്ടില്ല. സുന്നി ഉലമാക്കൾ ഒരു ഖിലാഫത്തിന് തകർത്തിട്ടില്ല. എന്തുകൊണ്ട്? ഖലീഫ മോശമായാൽ ഞങ്ങൾ എന്തിനും ചെയ്യാൻ നബി എന്ന് പുണ്യ റസൂലിനോട് സ്വഹാബികൾ ചോദിച്ചു. ഫസ്ബിറു, ക്ഷമിച്ചാളി. ഈ വഹാബി കുട്ടികൾ ദയവായി ഒന്ന് പഠിക്കു. കുട്ടികളെ നിങ്ങൾ തന്നെ ഖവാരിജ് ഖലീഫക്കെതിരെ പുറപ്പെട്ടാലാണ് എന്താവുക? ഖവാരിജാവുക.
ഒരിക്കലും സുന്നികൾ ചരിത്രത്തിൽ ഖിലാഫത്ത് വന്ന വഴി ഇതാണ്. ഖുലഫാഉർ റാഷിദൂന, പിന്നെ ഉമവിയത്ത്, അബ്ബാസിയത്ത്, പിന്നെ അവിടെ നിന്ന് നേരെ എന്ത് ഉസ്മാനിയത്ത്, ബസ് വേറെ ഖിലാഫത്തിന്റെ ലോകത്ത്. അതേ സമയത്ത് ഈ ഖിലാഫത്തിന്റെ ഉള്ളിൽ ആയുധമെടുക്കാൻ വയ്യാത്ത ചെയ്തതാണ് നിങ്ങളുടെ നേതാക്കന്മാർ മുഹമ്മദ് അബ്ദുൽ വഹാബും മുഹമ്മദ് മസൂദ്. ഇവരെങ്ങനെയാണ് കുഞ്ഞുമോനെ മുജദ്ദിദാവുക? ഈ കള്ളന്മാർ. നിങ്ങൾക്ക് എത്ര വലിയ തെറ്റാണ് പറ്റിപ്പോയത്? നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അന്ന് ലോകത്തിൽ ഖിലാഫത്ത് ഉണ്ടല്ലോ. ഞാൻ തിരിച്ചു വരികയാണ്, വിശദീകരിക്കുന്നില്ല. അപ്പൊ ജീവൻ ബലിയർപ്പിച്ചും ഇവരെന്ത് ചെയ്തു? ഖിലാഫത്തിന്റെ പക്ഷത്ത് നിന്നു നേരെ റഷ്യക്കെതിരെ യുദ്ധം ചെയ്തു. എന്ന് മാത്രമല്ല, ഉസ്മാനികൾ അവിടുന്ന് ഒഴിച്ചു പോയപ്പോൾ ഉസ്മാനികൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് കോക്കസ് ഇമാമത്തി എന്ന പേരിൽ, കോക്കസ് മലനിരകളുടെ താഴെയാണ് ചെച്ചിനിയയും ദാഗിസ്ഥാനും, ഒരു ഖിലാഫത്ത് സ്ഥാപിച്ചു, കോക്കസ് ഇമാമത്ത്. പക്ഷെ ആ കോക്കസ് ഇമാമത്തിന്റെ റഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നും ലോകത്തെ എത്രയോ വെട്ടി റിപ്പബ്ലിക് ആയിട്ടും ഇന്നും ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണ് ഇത് റഷ്യ. ഒരു വൻകര എന്ന് പറയാൻ മാത്രമുണ്ട് റഷ്യ. യൂറോപ്യൻ വൻകരയൊക്കെ രണ്ട് വൻകരയാക്കാം. റഷ്യ ഒരു സ്വയം വൻകര, മറ്റേ വേറൊന്നും അങ്ങനെ ആക്കാം. മാത്രമുണ്ട് റഷ്യ. അപ്പൊ ആ റഷ്യയുടെ മുന്നിൽ ആയുധ ബലം കൊണ്ടോ മറ്റോ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ എന്തുണ്ടായി? 1871 ഇമാം ഷാമിൽ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കുന്നത്. 1859 റഷ്യൻ അധിനിവേശം ക്രൂരമായി അതിശക്തമായപ്പോൾ സാധാരണക്കാർ കൊല്ലപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇമാം ഷാമിൽ പിടികൊടുത്തു. ആർക്ക്? റഷ്യക്ക്. അവരുമായി സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. എന്തുകൊണ്ട്? ഇനിയും മുന്നോട്ട് പോയാൽ സാധാരണക്കാർ കൊല ചെയ്യപ്പെടും. ഇവിടെയാണ് ആലി മുസ്ലിംക്ക് വലിയ തെറ്റ്. ഇവിടെ ആലി മുസ്ലിംക്ക് ഭീമമായ തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട്? സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാണ് അന്നവര് ബ്രിട്ടീഷുകാര്. അവരോട് സായുധ യുദ്ധം നടത്താൻ മാത്രം ഏറനാട്ടിലെയും വെള്ളുവനാട്ടിലെയും മക്കളില്ല. അപ്പോൾ ബൗദ്ധികമായ ചിന്താപരമായ പാളിച്ച പറ്റിയതാണ് ആർക്ക്? ആലി മുസ്ലിംക്കും വാര്യംകുന്നത്തിനും. പക്ഷേ അതേ സമയത്ത് ഒരു വലിയ നല്ല ധീരദേശാഭിമാനികളും നല്ല സൂഫികളും നല്ലവരുമാണ്. പക്ഷെ ഇമാം ഷാമിൽ എന്ത് ചെയ്തു? അതുകൊണ്ട് എന്തുണ്ടായി? മലബാറിലെ സാധാരണ ജനങ്ങളുടെ മേൽ നരമേധം നടത്തി ബ്രിട്ടീഷുകാർ. അതിനിവർ സമ്മതിച്ചില്ല. ഇമാം ഷാമിലൊക്കെ എന്ത് ചെയ്തു? ഒരു കരാറുണ്ടാക്കി പിടികൊടുത്തു. അങ്ങനെ റഷ്യൻ പട്ടാളത്തിന്റെ കയ്യിൽ അകപ്പെട്ടു. ആര്? ഇമാം ഷാമിൽ 1859. പക്ഷെ റഷ്യ ചെയ്തത് അത്ഭുതകരമായ കാര്യമാണ്. റഷ്യ അദ്ദേഹത്തെ രോമത്തിൽ തൊട്ടില്ല. അദ്ദേഹം അത്ര വലിയ പണ്ഡിതനും വലിയ സൂഫിയുമാണെന്ന് അറിയുന്നവരായിരുന്നു. ആര്? റഷ്യക്കാര്. 1859 അദ്ദേഹത്തെ അക്കാലത്തെ റഷ്യൻ ചക്രവർത്തി അലക്സാണ്ടർ രണ്ടാമന് അദ്ദേഹത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് കൊണ്ടുപോയി. റഷ്യയുടെ തലസ്ഥാനം അന്നും ഇന്നും എന്താണ്? സെന്റ് പീറ്റേഴ്സ്ബർഗ് ആണ്. സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് കൊണ്ടുപോയി 1859 ഇമാം ഷാമിലിനെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവിടെ അദ്ദേഹത്തിന് ജയിലല്ല, ഒരു നല്ല വീട്, അദ്ദേഹത്തിന് ഇബാദത്തിന്. സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചും എന്താണെന്നറിയോ? ഇപ്പുറത്ത് ഓർത്തഡോക്സ് സഭയുടെ ലോകത്തെ ആസ്ഥാനമാണ് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ്ബർഗ്. അന്നും കത്തോലിക്ക ക്രിസ്ത്യാനികൾക്ക് റോം തലസ്ഥാനമായതുപോലെയാണ് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികൾക്ക് സെന്റ് പീറ്റേഴ്സ്ബർഗ്. സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞാൽ റഷ്യയുടെ പാർലമെന്റ് മന്ദിരത്തിന്റെ തൊട്ടിപ്പുറത്ത് ഏറ്റവും വലിയ കത്തീഡ്രലാണ്. അവിടെ പോയി കുർബാന വായിച്ചിട്ടാണ് പുടിൻ വരെ പാർലമെന്റിൽ വരിക. ഇന്നും ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു മനോഹരമായ കെട്ടിടത്തിൽ താമസിപ്പിച്ചു. തടവാണോ? തടവല്ല. തടവല്ലേ? തടവാണ്. ഈ മുസ്ലിം പണ്ഡിതനെ റഷ്യൻ ഓർത്തഡോക്സുകൾ ആദരിച്ചു. പ്രത്യേകിച്ച് ഓർത്തഡോക്സുകള് മുസ്ലിം പണ്ഡിതന്മാരെ ആദരിക്കുന്നതിൽ എന്നും മുന്നിൽ നിന്നവരാണ് ഓർത്തഡോക്സുകൾ എന്ന് പറയാനുള്ള ഒരു സന്തോഷവും ഞാൻ ഈ സാഹചര്യത്തിൽ അറിയിക്കാണ്. വല്ലാതെ ആദരിച്ചവരായിരുന്നു. അങ്ങനത്തെ ബന്ധം ഇവർക്ക് തമ്മിലുണ്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ഏകദേശം 10 വർഷം റഷ്യൻ ക്രിസ്ത്യാനികളുടെ കീഴിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരു വീട്ടില് ഇബാദത്ത്, അങ്ങനെ ആ കാലത്ത് അദ്ദേഹത്തെ വന്ന് കാണാനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ഏർപ്പെടുത്തി. അത് കാരണം റഷ്യൻ ജനതയിൽ വരെ ഇസ്ലാമിക സ്വാധീനം ഉണ്ടായി. ഈ 10 കൊല്ലം ആരവിടെ നിന്നപ്പോൾ ഇമാം ഷാമിൽ 1869 അദ്ദേഹം ഹജ്ജിന് പോകാൻ റഷ്യൻ സർക്കാരിനോട് അനുമതി ചോദിച്ചു. അവർ എല്ലാവിധ ആദരവോടുകൂടെയും അദ്ദേഹത്തിന് ഹജ്ജിന് പറഞ്ഞയച്ചു. 1869 10 കൊല്ലം കഴിഞ്ഞിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗില് തടവല്ലാത്ത തടവിലാണ് ആര്? ഇമാം ഷാമിൽ. വല്ലാത്തൊരു നന്ദി റഷ്യക്കാർ ചെയ്തു. ഇതൊക്കെ എടുത്തു പറയേണ്ട നല്ല കാര്യങ്ങളാണ്. റഷ്യന് ചിലപ്പോഴൊക്കെ ചില നന്മകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹജ്ജിന് പോകാൻ അനുമതി കൊടുത്തു. 1869 അദ്ദേഹം ഇസ്താൻബുൾ വഴിയാണ് പിന്നെ ഹജ്ജിന് പോകുന്നത്. ഇസ്താൻബുളിൽ എത്തിയപ്പോൾ അന്നത്തെ ഖലീഫ അബ്ദുൽ അസീസ് ഒന്നാമനാണ്. അബ്ദുൽ അസീസ് ഒന്നാമന്റെ കാലം എന്ന് പറഞ്ഞാൽ 1830 ജനിച്ചിട്ട് 1876 മരിച്ചു. 46ാമത്തെ വയസ്സിൽ. അബ്ദുൽ അസീസ് ഒന്നാമൻ ചക്രവർത്തിയാണ്. ആര്? ഇമാം ഷാമിൽ ഹജ്ജിന് പോകുന്ന കാലത്ത്. ഏതു വഴി? കോൺസ്റ്റാന്റിനോപ്പിൾ അഥവാ ഇസ്താൻബുൾ വഴി. ഖലീഫ തന്നെ പോർട്ടിൽ വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു.
വലിയ സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. അങ്ങനെ ഖലീഫ പ്രത്യേകമായി സൗകര്യപ്പെടുത്തിയ ഒരു കപ്പലിലാണ് അദ്ദേഹം ജിദ്ദയിലേക്ക് പോകുന്നത് 1869. അങ്ങനെ അദ്ദേഹം 1869 ഹജ്ജിന് വന്നു, തിരിച്ചു പോയില്ല. 2 വർഷം കഴിഞ്ഞ് 1869 ഇമാം ഷാമിൽ ഹജ്ജിന് വരുന്നത്. 1871 ഈ ഒരു കാലം എന്ന് പറഞ്ഞാൽ ആ ഒരു കാലത്തായിരിക്കാം എന്ത് നക്ഷബന്ദി ത്വരീഖത്തുകൾ മക്ക മദീനയിലൊക്കെ വല്ലാതെ വ്യാപിക്കുന്നത്. അങ്ങനെയാണ് നക്ഷബന്ദികളൊക്കെ മക്കയിലും അതിൽ പിൽക്കാലത്ത് വന്നുകൂടുന്നത്. അവിടുന്ന് ആയിരിക്കാം നൂഞ്ഞേരി ഷെയ്ഖിന് കിട്ടുന്നത്. അവരെ ഷെയ്ഖ് ഏതായാലും യഹ്യ ദാഗസ്താനിയാണ്. അങ്ങനെ 1871 മഹാനായ ഇമാം ഷാഫിൽ വഫാത്തായി. അദ്ദേഹത്തെ ജന്നത്തുൽ ബഖീഇലാണ് മറവ് ചെയ്തിട്ടുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം എന്ത്, ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. സൂഫികൾ ഏത് കാലത്തും ആരെ കൂടെയാണ് നിന്നത്? ഉസ്മാനികളെ കൂടെ. എന്തുകൊണ്ട്? അത് നബിയുടെ കൽപ്പനയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ മുസ്ലിം സമുദായത്തിലെ പിതാക്കളാണ്, അവരെ സഹായിക്കൽ കടമയാണ്. അതുകൊണ്ടാണ് ഇവിടെ ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ എഴുതിയ കിതാബ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിച്ചു. വളരെ വലിയ യുദ്ധമാണ്. പിന്നെ ഈ കാലങ്ങളിലൊക്കെ റഷ്യക്കാരും മുസ്ലിങ്ങളും തമ്മിൽ നടന്ന വലിയ യുദ്ധങ്ങളാണ്. ഏകദേശം 1-ാം ലോക മഹായുദ്ധം വരെയും ഈ റഷ്യക്കാരുടെ ആക്രമണം ഉസ്മാനി ഖിലാഫത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട്. അതായത് അവസാനത്തെ അബ്ദുൽ ഹമീദ് രണ്ടാമൻ നാട് കടത്തപ്പെടുന്നത് വരെയും പിന്നീടും എല്ലാം. ഈ ഒരു കാലത്ത് വേറെ അത്ഭുതം കൂടി ഉണ്ടായിട്ടുണ്ട്. അന്നൊരു ക്ഷയത്തിന്റെ കാലമാണ് ആർക്ക്? ഉസ്മാനികൾക്ക്. ഈ സമയത്ത് ആണ് ബ്രിട്ടീഷ് ആക്രമണം സിറാജുദ്ദൗലയിൽ നിന്ന് പിടിച്ച് നേരെ തെക്കോട്ട് വരുന്നത് ബ്രിട്ടീഷുകാർ. കൃത്യമായി പറഞ്ഞാൽ 1787. ആ സമയത്ത് ഒരു ഭരണകൂടം എന്ന് മുസ്ലിം ലോകത്തിന് ഒരു പ്രശ്നം പറയാനുള്ള ഭരണാധികാരി അല്ലെങ്കിൽ നീതിയുക്തമായി ഭരണം നടത്തുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത് ഉസ്മാനികളാണ്. 1787 ടിപ്പു സുൽത്താൻ ദൂതന്മാരെ പറഞ്ഞയച്ചു കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക്. എന്തിന്? ബ്രിട്ടീഷ് അധിനിവേശം വരുന്നുണ്ട്, ഞങ്ങൾ സഹായിക്കണം. ഉസ്മാനികളുടെ സഹായം തേടി 1787. 1799 ടിപ്പു സുൽത്താൻ ഷഹീദാവുന്നു. അതിന്റെ 12 കൊല്ലം മുമ്പ് 1787 ടിപ്പു സുൽത്താൻ ദൂതന്മാരെ പറഞ്ഞയച്ചു ഇസ്താൻബുളിലേക്ക്, ഇന്ത്യയിലേക്ക് പടക്കപ്പലയക്കണം, സൗകര്യങ്ങൾ ചെയ്തു തരണം, ആയുധങ്ങൾ അയക്കണം. ആരെ സഹായിക്കണം? ഞങ്ങൾ സഹായിക്കണം. ബ്രിട്ടനെ കൊണ്ട് ഞങ്ങൾ കുടുങ്ങിയിട്ടുണ്ട്. അന്ന് സിറാജുദ്ദൗലയെ തോൽപ്പിച്ച്, സിറാജുദ്ദൗലയെ ബ്രിട്ടീഷുകാർ ബംഗാളിൽ തോൽപ്പിക്കുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. ഇത് 18-ാം നൂറ്റാണ്ടിന്റെ ഏകദേശം അവസാന ഭാഗമാണ്. 1787. അന്നത്തെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഹമീദ് ഒന്നാമൻ. ടിപ്പു ഉസ്മാനികളെ ഇന്ത്യയെ സഹായിക്കണം എന്ന് പറഞ്ഞ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ രാജ്യത്തെ രക്ഷപ്പെടുത്തി തരണം, നിങ്ങളെ സൈനികവും സാമ്പത്തികവുമായ സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞ് ടിപ്പു 1787 ഇസ്താൻബുളിലേക്ക് ദൂതനെ അയക്കുന്ന കാലത്ത് ഇസ്താൻബുൾ ഭരിക്കുന്നത് അഥവാ ഉസ്മാനികളെ ഖലീഫ അബ്ദുൽ ഹമീദ് ഒന്നാമനാണ്. അബ്ദുൽ ഹമീദ് ഒന്നാമന്റെ കാലം എന്ന് പറഞ്ഞാല് 1751 മുതൽ 1799 വരെയാണ് അദ്ദേഹത്തിന്റെ കാലം. കുറഞ്ഞ കാലം കൊണ്ട് ഭരിച്ചിട്ടുണ്ട്. 1751, 1799 ആ വർഷം തന്നെ ആര് ഭരിക്കണ്? ടിപ്പു. അബ്ദുൽ ഹമീദ് എന്നവനെ അറിയില്ലേ? ലോകത്തെ സുന്നി മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനമായ ഈ കവിത ഹബീബായ പുണ്യ റസൂലുള്ളാഹിനെ പ്രശംസിച്ചുകൊണ്ട് എഴുതി റൗളയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഈ കവിത ഉണ്ടാക്കിയത് അബ്ദുൽ ഹമീദ് ഒന്നാമനാണ്. അബ്ദുൽ ഹമീദിനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ചെല്ലുകയാണ് ആര്? ടിപ്പു സുൽത്താൻ ദൂതന്മാർ. പക്ഷേ അബ്ദുൽ ഹമീദ് ഒന്നാമൻ കൈമലർത്തി. ഒരു നിർവാഹമില്ല, ഞങ്ങൾക്ക് ഇത് നിർവാഹമില്ല. ഒരു ഭാഗത്ത് ഹോളി റോമൻ എംപയർ, ഇങ്ങോട്ട് ഇറ്റലിക്കാര്, ജർമ്മനി, ഇങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ആക്രമിക്കുക, ഒരു ഭാഗത്തുനിന്നോ റഷ്യക്കാര്. നടു ഒടിഞ്ഞു കിടക്കുക. സമ്പത്തുമില്ല, ആയുധബലമില്ല, ആൾബലമില്ല. അന്ന് ആരെ കയ്യിൽ? ഉസ്മാനികളെ കയ്യിൽ. അങ്ങനെ ക്ഷമിക്കണം, ഒരു നിർവാഹവുമില്ല. ഒരൽപ്പം സമ്മാനവുമായി വന്ന ദൂതനെ മൈസൂരിലേക്ക് തിരിച്ചയച്ചു. നിർവാഹമില്ലാത്തോണ്ടാണ്. ഉസ്മാനികളോട് സഹായം അഭ്യർത്ഥിച്ച് ആളയക്കാൻ ടിപ്പുവിന് തോന്നാനുള്ള കാരണം എന്ത്? അവർ നീതിമാന്മാരാണ്, സഹായിക്കുമെന്ന് അറിയാം. 2, ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ. അവർ നരനായാട്ട് നടത്തിയാൽ ഇന്ത്യ രാജ്യം നശിച്ചു. 1787 ഈ സംഭവം. തികഞ്ഞ സൂഫിയായിരുന്നു ആരും ടിപ്പുവും. ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് പറയും.